എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോന്നി അച്ചൻകോവിൽ റൂട്ടിലാണ് കേട്ടോ. ഒത്തിരി നാളത്തെ ആഗ്രഹിച്ചതിന് ശേഷം നമ്മളങ്ങനെ കോന്നി അച്ചൻകോവിൽ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം 1-ാം തീയതി തൊട്ട് കോന്നി അച്ചൻകോവിൽ, അത് കല്ലേലി വഴി അച്ചൻകോവിൽ പോകണമെന്നുണ്ടെങ്കിൽ ടോക്കൺ ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നിന്ന് ടോക്കൺ എടുത്തതിന് ശേഷം മാത്രമേ പോകാവൂ, അല്ലെങ്കിൽ അടുത്തടുത്ത് ചെല്ലുമ്പോൾ അവർ തിരിച്ചു വിടും. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതുകൊണ്ടാണ് നേരത്തെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മൊത്തം നമ്മൾ അച്ചൻകോവിലും അതുപോലെ തെങ്കാശി വരെയുള്ള വനപാതയിലൂടെയുള്ള യാത്രയുടെ വിവരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടു നോക്ക്. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ വനത്തിനുള്ളിലേക്ക് കയറി കേട്ടോ. കോന്നി ഫോറസ്റ്റ് റേഞ്ചിൽ അച്ചൻകോവിൽ വനത്തിനോട് കയറി. റോഡ് അത്ര നല്ലതൊന്നും അല്ല, അറിയാമല്ലോ. പിന്നെ ഓഫ് റോഡ് ഉണ്ടെങ്കിൽ ഓഫ് റോഡ് ഒന്നുമില്ല, പക്ഷേങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി വേണമെന്നുള്ള ഇതേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് റൈഡാണ്, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് അച്ചൻകോവിൽ വനത്തിൽ കയറുന്നത്. ഞങ്ങളുണ്ട്, ഫുൾ ടീമുണ്ട്. ജോർജാനുണ്ട്, അജയമോനുണ്ട്, സുജയുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ വനത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അച്ചൻകോവിൽ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇനിയും പോകുന്നത് കുംഭാവരട്ടി വെള്ളച്ചാട്ടത്തിലാണ്. ഈ റൂട്ടിൽ തന്നെ നമുക്ക് വനമേഖലയിൽ തീരാവുന്നതിലേക്ക് അച്ചൻകോവിലിനോട് അടുത്ത്, അച്ചൻകോവിൽ അമ്പലത്തിനോട് അടുത്ത് തന്നെയായിട്ട് ഒരു കുംഭാവരട്ടി വെള്ളച്ചാട്ടമുണ്ട്. 9 കിലോമീറ്റർ. ഇവിടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നിടത്ത് 9 കിലോമീറ്റർ ഉണ്ട് വെള്ളച്ചാട്ടത്തിൽ. ഇപ്പം
ആനയും കണ്ടില്ല, ആരെയും കണ്ടില്ല. ഞങ്ങൾ കുറച്ച് ചെറിയ ചെറിയ ജീവികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. മയിലും അങ്ങനെയുള്ള സാധനം, പരുന്തോ അങ്ങനെയൊക്കെ ഉള്ളതിനെ കണ്ടുള്ളൂ. ആന ജസ്റ്റ് മിസ്, റോഡിൽ നിന്നൊക്കെ ജസ്റ്റ് കയറിപ്പോൾ അതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ കാണാം, അല്ല ഒന്നും ആന കണ്ടില്ല. ഞങ്ങളിപ്പോൾ അങ്ങനെ ചെമ്പാല ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രതീക്ഷ പുലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതിനായിട്ട് ഞങ്ങൾ ഒന്നും കണ്ടില്ല. നോക്കാം, ഞങ്ങൾ പ്രതീക്ഷ ഏതായാലും കൈവിടുന്നില്ല. ഞങ്ങൾക്ക് എന്തിനേലെങ്കിലും ഒന്ന് ആനയെങ്കിൽ ആന, പുലിയെങ്കിൽ പുലി, ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഡിമാൻഡ് ഇല്ലല്ലേ. അല്ലേ, നമ്മളിൽ ഡിമാൻഡ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കരിമ്പുലിയുടെ സാന്നിധ്യമുള്ള ഒരു വനമേഖലയാണ്, പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല. ഓരോ ഭാഗ്യം പോലെ ഇരിക്കും. അതെ, അപ്പോൾ ഏതായാലും നമുക്ക് യാത്ര ചെയ്യാം. യാത്ര ചെയ്തിട്ട് നമുക്ക് നേരെ മുന്നോട്ട് പോവാം. അച്ചൻകോവിൽ പോകുന്ന വഴി ഞങ്ങൾ ഒട്ടും സജസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ കാര്യം ചെയ്യാൻ വേണ്ടി, പക്ഷേ ഞങ്ങളൊരു രസത്തിന് പുറത്ത് ഇറങ്ങണം കേട്ടോ. അതായത് നമ്മുടെ അച്ചൻകോവിൽ പോകുന്ന വഴി സൈഡിൽ കൂടെ ഒരു ചെറിയൊരു ആറുണ്ട്. ആറല്ല, ചെറിയൊരു തോടാണ് ശരിക്കും കൂടെ. ആ തോട്ടിലൊന്ന് ഇറങ്ങുകയാണ് നമ്മൾ. എല്ലാവരും ഇടയ്ക്ക് ഇറങ്ങിയേക്കുന്നത് കണ്ട് ആഗ്രഹത്തിന് പറഞ്ഞ് നമ്മൾ ഇറങ്ങണം കേട്ടോ. വലിയ ആഴമൊന്നുമില്ല, സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ കാടാണ്, അത്രയും വൃത്തിയോടും കാര്യങ്ങൾ നോക്കണമെന്നേ ഉള്ളൂ. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. മലിനമാക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല പ്യുവർ വെള്ളമാണ് നന്നടാ. കിടിലെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ കുറച്ച് മൈൻഡ് എന്നൊക്കെ റിഫ്രഷ് ആവും. സിബിച്ച റിഫ്രഷ് ആയോ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയുണ്ട്. വലിയ ആഴമൊന്നുമില്ല, കല്ലാണ് താഴെ മൊത്തം. മീനൊക്കെ ഉണ്ട് ആവശ്യം പോലെ. ചുമ്മാ രസം എന്ന് പറയുന്നത്. പക്ഷേ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. ചെറിയ മഴ ഉണ്ടായിരുന്നു ഇടയ്ക്ക്, വരുന്ന വഴി ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ അജിയോടെ ഓരോ അഭ്യാസങ്ങൾ ഒരു വഴിക്ക്. ജസ്റ്റ് ഒരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാണ്. ഇത്ര നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഒത്തിരി പ്രതീക്ഷയോടെ വന്നു. പക്ഷേ എനിക്ക് ആനിമൽസിനൊന്നും സ്പോട്ട് ചെയ്യില്ല. പക്ഷേങ്കിൽ വന്ന വഴിയുള്ള സ്ഥലങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. മൊത്തം ഒരു ഇരുണ്ട കാട്ടിനകത്തൂടെ പോകുന്ന ഇതാണ്. കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ കുംഭവരട്ടി വെള്ളച്ചാട്ടത്തിന് വന്നിട്ടോ. ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഭയങ്കര റഷാണ്, ഒരു രീതി പറ്റാത്ത പോലെ റഷാണ്. നമ്മൾ ഇറങ്ങുന്നില്ല വെച്ചാൽ നമ്മളിന്ന് പറഞ്ഞാൽ സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. മൊത്തം ട്രാഫിക്കും കാര്യങ്ങളുമായിട്ടാണ്. നമ്മൾ ഇവിടെ എന്തുമാത്രം തിരക്ക് റോഡിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാന്നുള്ളതല്ലേ. അതുപോലെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ കുംഭാവരട്ടി വെള്ളച്ചാട്ടം എന്നുള്ള ആ സ്വപ്നം നമ്മൾ അങ്ങ് ഉപേക്ഷിച്ചു, ക്യാൻസൽ ചെയ്തു. പോകുന്ന വഴി നമ്മൾ നേരെ ഇനിയും പോയി വല്ല ബോർഡർ ചിക്കനൊക്കെ തിന്നിട്ട് അത് തന്നെ വല്ലതും കഴിച്ച് പറ്റുമെങ്കിൽ റോസ്മലയിൽ ഒന്ന് കയറിയിട്ട് നേരെ വീട്ടിൽ പോകാം. അതാ പ്ലാൻ. അപ്പോൾ നമ്മളങ്ങനെ അച്ചൻകോവിൽ നേരെ വന്ന് ഇറങ്ങുന്ന മേക്കര എന്നൊരു ഗ്രാമം കേട്ടോ. മേക്കര ഗ്രാമം എന്ന് പറയുന്നത് ഭയങ്കര കൃഷിയോട് റിലേറ്റഡ് ആയിട്ടൊരു കിടക്കുന്നൊരു ഗ്രാമമാണ്. നല്ല കൃഷിപ്പാടങ്ങളും കാര്യങ്ങളുമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു ഗ്രാമമാണ് മേക്കര. ഞങ്ങൾ മേക്കരയിലാണ് ഇപ്പം വന്നേക്കുന്നത്. മേക്കരയിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രകൃതി ഭംഗിയുള്ള മേക്കരയിലെ ഗ്രാമത്തിലൂടെ നമ്മളിങ്ങനെ എനിക്കൊരു താഴ്വാരമാണ്. വെച്ചാൽ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന താഴ്വാരത്തിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
വർണ്ണിക്കാൻ പറ്റില്ല അമ്മാതിരി സ്ഥലം. ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തം നെൽപ്പാടവും ബാക്കി നമ്മുടെ കുന്നും കാര്യങ്ങളായിട്ടൊക്കെ ഒരു രീതി പറ്റുന്ന സ്ഥലം. കിടിലം കാറ്റും നോക്കിയാൽ നെൽപ്പാടത്തിൽ നെല്ലൊക്കെ വിതച്ച് കണ്ടോ, ഒരു അടിപൊളിയായിട്ട് വ്യൂവിൽ ഒരു 360 വ്യൂ നോക്കുമ്പോൾ നല്ല കിടിലനായിട്ട് കിടക്കുന്ന കേട്ടോ. മേക്കര സേരം കിടിലൊരു ഗ്രാമമാണ് കേട്ടോ. നമ്മുടെ എന്താ പറയണ്ടേ, അടിപൊളി ഗ്രാമം. നമ്മുടെ പാലക്കാടൻ ഭംഗി എന്നൊക്കെ പറയുന്ന പോലെ മേക്കര ഒരു ചെറിയൊരു കൊച്ചു കേരളം. അതിന് സെറ്റപ്പ് എന്നാ കാറ്റാ നോക്കി. ശരിക്കും നമ്മളെ അടവിനാർ ഡാമിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ. അടവിനാർ ഡാമിൽ പോകുന്ന വഴിക്കാണ് ഈ പാടവും കാര്യം. നമുക്ക് ജസ്റ്റ് ബാക്കിലായിട്ട് അടവിനാർ ഡാം കാണാം. പക്ഷേ ഡാമിൽ വെള്ളം തുറന്നു വിട്ടില്ല കേട്ടോ. വെള്ളം തുറന്നു വിടുമ്പോൾ വേറെ ലെവലാണ് അവിടുത്തെ സെറ്റപ്പും കാര്യം. വെച്ചാൽ ആ ഫുൾ ഡാം ഓവർഫ്ലോ ചെയ്തിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നത് കാണാം. കിടിലൊരു വ്യൂ ഒക്കെ. പക്ഷെ നമുക്ക് ഭാഗ്യമില്ലാതായി ഇപ്പോൾ അതില്ല. പക്ഷെങ്കിൽ ഇതൊരു അന്യായ ഫ്രെയിമാണ്. ഒരു രീതിയിൽ പറ്റാത്ത കിടുക്കാച്ചിരി ഫ്രെയിം. എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ കിടില ഫ്രെയിം എന്ന് വെച്ചാൽ കിടില ഫ്രെയിമാണ്. വന്ന് അനുഭവിക്കണം കേട്ടോ. സൂപ്പർ. അടവിനാർ ഡാമിൽ വന്നു കേട്ടോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് വന്ന പോലെ ഓവർഫ്ലോ ചെയ്ത് വെള്ളം വെള്ളമൊന്നും ഇല്ല ഇപ്പം അങ്ങനെ. അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അകത്തോട്ട്. കയറിയിട്ട് വലിയ കാര്യം ഇതൊക്കെ തന്നെ കാണാനുള്ളൂ. അടവിനാർ ഡാമിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഡാമിൽ തുറന്നു വിടുന്ന വെള്ളം ഇതുപോലെ ഈ ബാക്കിലത്തെ ഇതിൽ കൂടി ഇങ്ങനെ കവിഞ്ഞൊഴുകി വരുന്നതിൻ്റെ ഒരു വ്യൂ ആയിരുന്നു. കിടിലം വ്യൂ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പക്ഷെ അതില്ല. ഞങ്ങളങ്ങനെ തെങ്കാശിയിൽ കേട്ടോ. ഞങ്ങൾ എങ്ങും പോയില്ല, സുന്ദരപാണ്ടി വരെ ഒന്നും പോയില്ല. തെങ്കാശി വന്നിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു. എല്ലാവരും ഭയങ്കര ഷോപ്പിംഗ് ആയിരുന്നു. കിട്ടിയും കണ്ടതും കൊല്ലം എല്ലാം ഞങ്ങൾ പറക്കി മേടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഷോപ്പിങ്ങും കാര്യമെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് എങ്ങും പോയില്ല, തിരിച്ച് വീട്ടിൽ പോവാം. ഭയങ്കര റഷാണ് ഇവിടെ. ഇവിടെ ഭയങ്കര റഷും കാര്യങ്ങളും. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി എങ്ങാണ്ട് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ദൂരമുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ട്. നൈസായിട്ട് പണിയിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതേ വണ്ടിയുടെ വീല് പഞ്ചറായിട്ടുണ്ട്. ഞങ്ങൾ ഓടി വന്നപ്പോൾ ചെറിയ കാറ്റിൻ്റെ ഒരു മിസ്റ്റേക്ക് സെൻസർ കാണിച്ചായിരുന്നു. പക്ഷേ ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. ഇങ്ങനെ പോകുന്നു ഞങ്ങൾ. കുറച്ച് ആ സമയത്ത് കാറ്റുണ്ടോ, അതിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാറ്റില്ല, പഞ്ചറായിട്ടുണ്ട് വണ്ടി. അപ്പോൾ ഇനി അതിനെ ഒട്ടിക്കാൻ ആളെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയില്ല. നോക്കാം. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ വണ്ടി പഞ്ചർ ഒട്ടിക്കല്ലോ. ഇതിന് കാറ്റടിച്ച് ജസ്റ്റ് ഒരു ചെറിയ സൂചി പഞ്ചറുള്ളൂ. അതുകൊണ്ട് നമ്മൾ പഞ്ചർ ഒട്ടിച്ചില്ല. പകരം ഒരു പമ്പിൽ നിന്ന് കാറ്റടിച്ച് കുറച്ച് മോടയൊക്കെ ഉണ്ടായാലും പമ്പുകാർക്ക് ഇത് അടിക്കാൻ വേണ്ടി അടിക്കുന്ന ഈ അപ്പച്ചൻ പുറത്താണ്ട് പോയിക്കോരും. അതുകൊണ്ട് അവർ വേറെ ആരും ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ തെങ്കാശി യാത്ര കുറച്ച് അവസാനമായപ്പം കുറച്ച് പണിയൊക്കെ കിട്ടിയെങ്കിൽ പോലും വലിയ പണി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ചെറിയ പണി. വണ്ടിയുടെ ഫ്രണ്ട് വീൽ ചെറുതായിട്ടൊന്ന് പഞ്ചറായിട്ടുണ്ട്. അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതെ, നമ്മൾ വണ്ടി സെൻസർ കാണിച്ചു തന്നാൽ കാറ്റ് പോകുന്നുണ്ട്. പക്ഷെ നമ്മളിതിൽ കാര്യമാക്കാൻ പോയില്ല. അതാണ് പ്രശ്നമായിപ്പോയത്. പക്ഷേങ്കിൽ എല്ലാം കൊണ്ടും തെങ്കാശി യാത്ര സൂപ്പറായിരുന്നു. നമ്മൾ കാട്ടിക്കൂടെ വന്നതാണെങ്കിലും തെങ്കാശി വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല സെറ്റായി. നമ്മൾ ഏതായാലും ഒത്തിരി സാധനങ്ങൾ മേടിച്ച് കൂട്ടി. അതാണ് ഇത്ര സമയം പോയത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അതിന് 1 കിലോ മാങ്ങയ്ക്ക് 50 രൂപ കിട്ടിയെങ്കിൽ ലാഭത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തെങ്കാശിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ബൈ.